ഗറില്ലകൾ ഡിറ്റക്റ്റീവ് നോവൽ മെഴുവേലി ബാബുജി. ഗോവ. എയർപോർട്ടിൽ നിന്നും ഭാരിച്ച ലഗേജും തൂക്കി അവർ പുറത്തു വന്നു. സമയം രാവിലെ 11 മണി. ചില നിമിഷങ്ങളോളം അവർ എയർപോർട്ടിന് വെളിയിൽ നിന്നു. സബ് ടാക്സി. ആ. പുരുഷൻ തലയിളക്കി. പാൻറ്റും അയഞ്ഞ ഷർട്ടുമാണ് അയാളുടെ വേഷം. ശിരസിൽ ഒരു ഹാറ്റ്. കൂടെയുള്ള യുവതി അതീവ സുന്ദരിയാണ്. ബിഡിയും ടോപ്പുമാണ് അണിഞ്ഞിരിക്കുന്നത്. ഇരുവരെയും കണ്ടാൽ ടൂറിസ്റ്റുകളാണെന്ന് തോന്നും. അല്പമകലെ ഒരു കാറിൽ ചാരി നിന്ന് അലസമായി പത്രം വായിക്കുന്ന ദീർഘകായൻ അവരെ ശ്രദ്ധിക്കുകയാണെന്ന് സ്പഷ്ടം. കൊങ്കിണി ഭാഷ സംസാരിച്ചുകൊണ്ട് ചിലർ അവരെ കടന്നുപോയി. അമേരിക്കയിൽ നിന്നും എത്തിയ ടൂറിസ്റ്റുകൾ ടാക്സിയിൽ കയറുന്നു പോലും അവർ കണ്ടു. ടാക്സി വന്നു നിന്നു. അവർ അതിൽ കയറി. കിദർ സാബ്? ഡ്രൈവർ തിരക്കി. പനജി, പുരുഷൻ പറഞ്ഞു. വീതിയേറിയ നിരത്തിലൂടെ കാർ പാഞ്ഞുപോയി. ഉടനെ പത്രം വായിച്ചു കൊണ്ട് നിന്ന മനുഷ്യനും അവർക്കു പിന്നാലെ കാർ വിട്ടു. പുരുഷന് ഏറിയാൽ 33, സ്ത്രീക്ക് 28 വയസ്സ് തോന്നുമായിരുന്നു. ഡ്രൈവർ റിയർവ്യൂ മിററിലൂടെ ഇടയ്ക്കിടെ യുവതിയെ ശ്രദ്ധിച്ചു. ഇത്രയും മനോഹരിയായ ഒരുവളെ താൻ ആദ്യം കാണുകയാണെന്ന് അയാൾക്ക് തോന്നി. ജ്വലിക്കുന്ന സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ഇതാണ്. വാസ്കോയിൽ നിന്ന് ഏതാണ്ട് 22 കിലോമീറ്റർ ഉണ്ടായിരുന്നു പനജയിലേക്ക്. ഗോവയിലെ പ്രധാന ടൗണാണ് പനജി. ഒരു 5 നില കെട്ടിടത്തിന് മുന്നിലേക്ക് കാർ വിടുവാൻ പുരുഷൻ നിർദ്ദേശം നൽകി. ഡ്രൈവർ വിശാലമായ മതിൽക്കെട്ടിനുള്ളിലേക്ക് കാർ കയറ്റി. ഡ്രൈവേയിലൂടെ നേരെ പോർട്ടിക്കോവിലേക്ക്. ഹോട്ടൽ ഹനുമ. എല്ലാവിധ സുഖസൗകര്യമുണ്ട് അവിടെ. അവർ പുറത്തിറങ്ങിയ ഉടനെ ഹോട്ടൽ വാച്ചർ അടുത്തു വന്ന് സല്യൂട്ട് ചെയ്തു. ലഗേജുകൾ അയാൾ തന്നെയാണ് താഴെ ഇറക്കിയത്. ടാക്സി പണം നൽകി തിരിച്ചയച്ചു. അവർ റിസപ്ഷൻ കൗണ്ടറിന് നേരെ നടന്നപ്പോൾ വാച്ചർ ലഗേജുകൾക്ക് അരികിൽ നിന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ഇരുന്ന ആംഗ്ലോ ഇന്ത്യൻ യുവതി അവരെ കണ്ട് മനോഹരമായി ചിരിച്ചു. സാബ്, പഹ്ലെ സെ ഏക് AC ഡബിൾ റൂം റിസർവ് കിയാ താ. സാബ്, ആപ്കാ നാം? ചാറ്റർജി, മേഘനാഥ് ചാറ്റർജി, അയാൾ പറഞ്ഞു. യുവതി ഉടനെ രജിസ്റ്റർ മറിച്ചു നോക്കി. മേഘനാഥ് ചാറ്റർജി, അവർ ഹിരണ്യ. അതെ എന്ന അർത്ഥത്തിൽ യുവതിയും തലയനക്കി. 3-ാം നിലയിൽ 92-ാം നമ്പർ റൂം. താങ്ക് യു. യുവതി ഒരു സ്വിച്ച് അമർത്തിയ ഉടനെ റൂം ബോയ് എത്തി. അവൻ പുറത്തിരുന്ന ലഗേജുകളുമായി വന്നു. ലിഫ്റ്റിൽ 3-ാം നിലയിലെത്തി. ഹോട്ടലിലെ വിസിറ്റിംഗ് റൂമിലിരുന്ന ഒരു മനുഷ്യൻ അവരെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആരും അതറിഞ്ഞിരുന്നില്ല. അടഞ്ഞു കിടക്കുന്ന റൂം. അതിനുള്ളിൽ ടെലിവിഷനിൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. വലതു കൈയിൽ പകുതിയോളം എരിഞ്ഞു തീർന്ന ചുരുട്ട്. ഇടതു കൈയിൽ കോൾലെസ് ഫോൺ. കൊങ്കിണി ഭാഷയിൽ അയാൾ ആരുമായോ സംസാരിക്കുകയാണ്. ആ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നിമറയുന്നുണ്ട്. പിന്നെയും നിമിഷങ്ങൾ. TV-യിൽ ചിത്രങ്ങൾ തെളിയാൻ തുടങ്ങി. ലിഫ്റ്റിൽ നിന്നും ഇടനാഴിയിലേക്ക് ഇറങ്ങുന്ന സ്ത്രീയും പുരുഷനും ഹോട്ടൽ ബോയിയും. അത് മേഘനാഥ് ചാറ്റർജിയും ഹിരണ്യയുമായിരുന്നു. അവരുടെ ചിത്രങ്ങൾ കണ്ടതോടെ ആ മനുഷ്യൻ്റെ മുഖം വിളറി വെളുത്തു. അയാൾ പല്ല് കടിച്ചുകൊണ്ട് ചുരുട്ട് ആഞ്ഞു വലിച്ചു. അവർ വാതിൽ തുറന്ന് മുറിയിലേക്ക് കയറുന്നു. പിന്നീട് TV-യിൽ തെളിഞ്ഞത് മുറിക്കുള്ളിലെ ചിത്രങ്ങളാണ്. എങ്ങനെയുണ്ട്? പുരുഷൻ മുറിയാകെ ശ്രദ്ധിക്കുന്നതിനിടയിൽ സ്ത്രീയെ നോക്കി. കൊള്ളാം, ഹിരണ്യ പറഞ്ഞു. അതിമനോഹരമായ റൂം, AC-യുടെ കുളിർമ, വില കൂടിയ ഫർണിച്ചറുകൾ, TV-യും ഫോണും ഒക്കെയുണ്ട്. മേഘനാഥ് ചാറ്റർജി 50 രൂപയുടെ ഒരു പുതിയ നോട്ട് ബോയ്ക്ക് കൊടുത്തു. അവൻ സന്തോഷത്തോടെ അത് വാങ്ങി. ഉച്ചഭക്ഷണത്തിന് നിർദ്ദേശം കൂടി കൊടുത്തിട്ടാണ് അവർ അവനെ പറഞ്ഞയച്ചത്. മോഹൻ? വാതിൽ ബോൾട്ട് ചെയ്തിട്ട് യുവതി തിരിഞ്ഞു. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ ആഗമനം അവർ മണത്തറിഞ്ഞിരിക്കും. എനിക്കും തോന്നുന്നു. അശ്വതിയും മോഹനുമായിരുന്നു അവർ. ഭാരതം കണ്ട ഏറ്റവും വിദഗ്ധരായ ക്രിമിനലുകൾ. ബോംബെയിലെ പേരുകേട്ട സംഘടനയായ ഗറില്ല ഗ്രൂപ്പിൻ്റെ പ്രത്യേക പരിശീലകർ. ജന്മദേശം കേരളമെങ്കിലും ഇപ്പോൾ ബോംബെയിൽ തന്നെ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് ഇവർ. കേരളത്തിൽ എണ്ണിയാലൊതുങ്ങാത്ത കേസുകൾ ഇവരുടെ പേരിലുണ്ട്. ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗറില്ല ഗ്രൂപ്പ് മറ്റുള്ള അധോലോക സംഘടനകളെപ്പോലെ 3-ാം കിട കൊലപാതകങ്ങളും കൊള്ളകളും നടത്താറില്ല. കരിച്ചത്തക്കാരെയും പൂഴ്ത്തിവെപ്പുകാരെയും അവർ കൊള്ളയടിക്കും. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന് തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്നവരെ ഇവർ കൊലപ്പെടുത്തും. ലോക്കൽ പോലീസും ഗറില്ല ഗ്രൂപ്പുമായി ശത്രുതയിലാണെങ്കിലും ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നും പലപ്പോഴും ഇവരുടെ സേവനം ആവശ്യപ്പെടാറുണ്ട്. ഗവൺമെൻറ്റിന് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത പ്രശ്നങ്ങൾ പലതും ഇവരാണ് കൈകാര്യം ചെയ്യുക പതിവ്. ഇത്തവണ അശ്വതിയും മോഹനും ഗോവയിലെത്തിയിരിക്കുന്നത് കേരളത്തിലെ ഒരു ഉയർന്ന പോലീസ് ഓഫീസറുടെ അപേക്ഷയനുസരിച്ചാണ്. തലസ്ഥാന നഗരിയിലുള്ള ഒരു വിമൻസ് ഹോസ്റ്റലിൽ നിന്നും 5 പെൺകുട്ടികൾ ഗോവൻ അധോലോകത്ത് എത്തിയിരിക്കുന്നു. മയക്കുമരുന്നിന് അടിമകളായ ഇവരെ ആരാണ് ഗോവയിൽ എത്തിച്ചതെന്ന കാര്യം ഇപ്പോൾ ദുരൂഹം തന്നെ. മലയാളി പത്ര റിപ്പോർട്ടർ അലക്സാണ്ടറാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ കേരള പോലീസിനെ അറിയിച്ചത്.
കേരളത്തിലെ ഉന്നതന്മാരുടെ മക്കളാണ് 5 പേരും. ഒരാളുടെ പിതാവ് IG യാണ്. വിവരം അറിഞ്ഞ ഉടനെ IG ഗോവയിലെത്തി. പക്ഷേ തൻ്റെ മകൾ എവിടെയാണെന്ന് കൂടി അറിയുവാൻ കഴിഞ്ഞില്ല. ഗോവൻ പോലീസ് അദ്ദേഹത്തെ സഹായിച്ചുമില്ല. ഇത്തരം സാഹചര്യത്തിലാണ് IG സഹായ അഭ്യർത്ഥനയുമായി ബോംബെയിലെ ഗറില്ല ഗ്രൂപ്പിൻ്റെ ആസ്ഥാനത്തെത്തിയത്. മോഹനും അശ്വതിയും വിചാരിച്ചാൽ തൻ്റെ മകൾ മോചിപ്പിക്കപ്പെടുമെന്ന് IG അറിയാം. അശ്വതിയും മോഹനും കേരളത്തിൽ വെച്ച് ഒരുപാട് തവണ ഈ IG-യുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് താനും. അവസാനം അവർ ദൗത്യം ഏറ്റെടുത്തു. അങ്ങനെ ഇവിടെ എത്തി. അശ്വതിയും മോഹനും തങ്ങൾക്ക് ലഭിച്ച റൂമിൻ്റെ ഓരോ ഭാഗവും പരിശോധിക്കാൻ തുടങ്ങി. അടഞ്ഞ മുറിയിലിരുന്ന മനുഷ്യൻ സാഗുതം TV-യിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. അശ്വതിയും മോഹനും മുറിയിൽ പരിശോധിക്കാൻ തുടങ്ങുന്നത് കണ്ടപ്പോൾ അയാളുടെ നെറ്റിച്ചുളിഞ്ഞു. മിനിറ്റുകൾ മാത്രം TV-യിലെ വെളിച്ചം മങ്ങി. അവർ ഷോർട്ട് സർക്യൂട്ട് ക്യാമറകൾ കണ്ടെത്തിയെന്നും അവ നശിപ്പിച്ചെന്നും സ്പഷ്ടം. ആ മനുഷ്യൻ ഒരു ചുരുട്ട് കത്തിച്ചുകൊണ്ട് കോർഡ്ലെസ് ഫോൺ ഓൺ ചെയ്തു. അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കുക, എന്നെ ഉടനെ അറിയിക്കുക, അയാൾ നിർദ്ദേശിച്ചു. സായാഹ്നം അശ്വതിയും മോഹനും പനജിയിലെ തകർന്നു കിടക്കുന്ന കായൽപ്പാലം നോക്കി നിന്നു. ബോട്ടിൽ വാഹനങ്ങൾ അക്കരെ ഇക്കരെ കടത്തുന്നത് അവർ കണ്ടു. കായൽക്കരയിൽ നിറയെ ഫലങ്ങളുള്ള തെങ്ങുകൾ. സാബ് ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു. കരിക്കുമായി ഒരു ചെറുപ്പക്കാരൻ. വേണ്ട, എന്തോ പിറുപിറുത്തുകൊണ്ട് അവൻ നടന്നുപോയി. അയാളെ കാണുന്നില്ലല്ലോ. അശ്വതി വാച്ചു നോക്കി. കായൽക്കരയിലെ കാറ്റേറ്റ് അവർ നടന്നു. കുറച്ചകലെ ചില കണ്ണുകൾ ഇതൊക്കെ ശ്രദ്ധിക്കുകയും അപ്പോൾ വിവരം ആർക്കോ കൈമാറുകയും ചെയ്യുന്നു. ഒരു ടാക്സി കുറച്ചകലെ വന്നു നിന്നു. അതിൽ നിന്നും പാൻറ്റും കുർത്തയും ധരിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. കയ്യിൽ ഒരു ലെതർ ബാഗുണ്ട്. അയാൾ ആരെയോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവസാനം ആ കണ്ണുകൾ അശ്വതിയിലും മോഹനിലും തറഞ്ഞു. അയാൾ അവർക്ക് നേരെ നടക്കാൻ ഭാവിച്ചതും ചിലർ കായൽക്കരയിലൂടെ ഓടിയെടുത്തു. കുഞ്ഞാ, കാബച്ചാ, അലർച്ച കേട്ടാണ് അയാൾ തിരിഞ്ഞത്. ഹോക്കി സ്റ്റിക്കുമായി ഓടിയേൽക്കുന്ന 4 അംഗ സംഘം. വൃത്തികെട്ട ജീൻസും മുഷിഞ്ഞു നാറിയ ഷർട്ടും പാറിപ്പറന്നു കിടക്കുന്ന തലമുടിയും കണ്ണുകളിൽ മയക്കുമരുന്നിൻ്റെ ക്രൂരത. അവരെ കണ്ടതും അയാൾ നിലവിളിച്ചുകൊണ്ട് മുന്നോട്ടോടി. മോഹൻ, അവർ അയാളെ കൊല്ലും. അശ്വതി മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. പിന്നാലെ മോഹനും. പക്ഷേ വൈകിപ്പോയി. ഹോക്കി സ്റ്റിക്കുകൾ കൊണ്ടുള്ള അടിയേറ്റ് ആ മനുഷ്യൻ ടാർ റോഡിൽ കമിഴ്ന്നു വീണു കഴിഞ്ഞു. ചുറ്റും നിന്ന 4 അംഗ സംഘത്തിൻ്റെ കൈകൾ ഉയർന്നതാണോ? 2 കാട്ടുമൃഗങ്ങൾ കുതിച്ചു ചാടിയതുപോലെയാണ് അക്രമികൾക്ക് തോന്നിയത്. ശക്തമായ ചവിട്ടുകളേറ്റ് അവർ തെറിച്ചുപോയി. മിന്നുന്ന പ്രകടനങ്ങളാണ് അശ്വതിയും മോഹനും കാഴ്ചവെച്ചത്. എതിരാളികളെ ഹോക്കി സ്റ്റിക്കുകൾ അവരുടെ കൈകളിലെത്തി. പിന്നീട് അതുകൊണ്ടായി പ്രയോഗം. കഷ്ടിച്ച് 2 മിനിറ്റ്. യുവാക്കൾ ഓടിമറഞ്ഞു. മോഹൻ റോഡിൽ കിടന്നു പിടയുന്ന മനുഷ്യൻ്റെ അരികിലെത്തി. മലയാളി പത്ര റിപ്പോർട്ടർ അലക്സാണ്ടർ ആയിരുന്നു അത്. അയാളുടെ തലയോട്ട് പൊട്ടി ചോര ചീറ്റി ഒഴുകുന്നു. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ സംഗതി കുഴപ്പമാകും. അശ്വതി ഒരു ടാക്സി കൈ കാണിച്ചു വിളിച്ചു. പക്ഷേ ടാക്സി ഡ്രൈവർ അത് കേട്ടതായി പോലും ഭാവിച്ചില്ല. അവൾ കോപത്തോടെ കാറിനരികിലേക്ക് ഓടിയെത്തി. നിങ്ങൾ ഞങ്ങളെ സഹായിക്കുന്നോ ഇല്ലയോ? അവൾ ചോദിച്ചു. ഇല്ല, ഡ്രൈവർ തോൾ വെട്ടിച്ചു കാണിച്ചു. ഒരു സെക്കൻഡ്. അശ്വതി ഡോർ വലിച്ചു തുറന്നു. അതേ നേരത്തെ തന്നെ അയാളെ വലിച്ച് പുറത്തിറക്കുകയും മുഖമടച്ച് ഒരടി കൊടുക്കുകയും ചെയ്തു. ഡ്രൈവർ മണ്ണിൽ തലകുത്തി വീണു. അശ്വതി കാറിൽ ചാടിക്കയറി. അത് സ്റ്റാർട്ട് ചെയ്ത് അലക്സാണ്ടർ കിടക്കുന്നിടത്ത് എത്തിച്ചു. പിന്നീട് ഡോർ കൈനീട്ടി തുറന്നപ്പോഴേക്കും മോഹൻ അയാളെ താങ്ങി അകത്ത് കയറ്റി. എല്ലാം മിനിറ്റുകൾക്കുള്ളിൽ കഴിഞ്ഞു. അശ്വതി ഗിയർ ചേഞ്ച് ചെയ്തു. കാർ പാഞ്ഞുപോയി. കുറച്ചകലെ നിന്നിരുന്ന ഒരുവൻ വോക്കി ടോക്കിയിലൂടെ ആർക്കോ സന്ദേശം അയച്ചു കഴിഞ്ഞു. പനജിയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന് മുന്നിൽ കാർ നിന്നു. അശ്വതിയും മോഹനും കൂടി അലക്സാണ്ടറെ താങ്ങിക്കൊണ്ടാണ് അകത്തേക്ക് പോയത്. പക്ഷേ അയാളുടെ ഭാവം കണ്ടപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാൻ മടിച്ചു. ഡോക്ടർ പ്ലീസ്. അവർ അയാളുടെ മുന്നിൽ വിനയാനിതനായി. നോ, താങ്കൾക്ക് നല്ലത് വരും. വേണ്ട, ഇത്തരം കേസുകൾ ഇവിടെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ഡോക്ടർ. അശ്വതിയുടെ ഭാവം മാറി തുടങ്ങി. ഞാൻ അവസാനമായി ചോദിക്കുകയാണ്. അപ്പോഴും ഡോക്ടറുടെ ഭാഗത്തു നിന്നും ആശാവഹമായ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. അശ്വതി കീശയിൽ നിന്നും റിവോൾവർ എടുത്ത് ഡോക്ടറെ നേർ ചൂണ്ടി. നിന്നെ ഞാൻ കൊന്നുകളയും. അവളുടെ ആ ഭാവം കണ്ട് ഡോക്ടർ വിറച്ചുപോയി. നിനക്ക് കഴിയുമോ ഇല്ലയോ? കഴിയും. അവസാനം ഡോക്ടർ സമ്മതിച്ചു. ഉടൻ തന്നെ അലക്സാണ്ടറെ അത്യഹിത വിഭാഗത്തിലേക്ക് മാറ്റി. അശ്വതിയും മോഹനും ഇടനാഴിയിലെ ചാരുബെഞ്ചിലിരുന്നു. അലക്സാണ്ടർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ പദ്ധതികൾ പലതും പാളിപ്പോകും, മോഹൻ ചിന്തയോടെ പറഞ്ഞു. ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്, അശ്വതി പ്രതിവചിച്ചു. പൊടുന്നനെ ഒരു വാഹനം ഹോസ്പിറ്റലിന് മുന്നിൽ ബ്രേക്ക് ചെയ്തു. ഗോവ പോലീസ്. ഇടനാഴിയുടെ അങ്ങേയറ്റത്തുകൂടി അവർ കടന്നു വരുന്നത് കണ്ട് അശ്വതിയുടെയും മോഹൻ്റെയും നെറ്റി ചുളിഞ്ഞു. അവർ ഒരു പക്ഷേ തങ്ങളെ തേടിയാണോ വരുന്നതെന്ന് അവർ ചിന്തിക്കാതിരുന്നില്ല. സംശയം ശരിയായിരുന്നു. അവരുടെ മുന്നിൽ സബ് ഇൻസ്പെക്ടറും സംഘവും നിന്നു. അയാളുടെയും മോഹൻ്റെയും കണ്ണുകൾ കൂട്ടിമുട്ടി. യു ആർ അണ്ടർ അറസ്റ്റ്. ഇൻസ്പെക്ടർ ചക്രവാണി ഭട്ട് അലറി. ഇൻസ്പെക്ടർ ചക്രവാണി ഭട്ട് അലറി. ഇടനാഴിയിലുണ്ടായിരുന്ന രോഗികളും സ്റ്റാഫുമൊക്കെ മിഴിച്ചു നോക്കി.
എന്തിന്? മോഹൻ തിരക്കി. അത് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. പറ്റില്ല, ഇപ്പോൾ പറയണം. അറിയാതെ നീ വരില്ല അല്ലേ? ഇല്ല. യു റാസ്കൽ. ഇൻസ്പെക്ടർ കെയിൻ ആഞ്ഞു വീശി. ഒരു നിമിഷത്തിനുള്ളിൽ അത് മോഹൻ്റെ കയ്യിൽ അമർന്നു. ചക്രപാണി ഭട്ടിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ തീയോടാണ് കളിക്കുന്നത്. ഇന്ന് നിന്റെ കളി ഞാൻ തീർത്തു തരാം. രംഗം വഷളാകുകയാണെന്ന് അശ്വതിക്ക് ബോധ്യമായി. ഇവരുടെ കൂടെ പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. അവൾ മോഹന് എന്തോ സിഗ്നൽ നൽകി. ശരി, ഞാൻ വരാം. അവസാനം മോഹൻ സമ്മതിച്ചു. നിങ്ങൾ കൂടി വരൂ. ഇൻസ്പെക്ടർ അശ്വതിയെ നേരെ നോക്കി. ഇരുവരും പോലീസിനെ അനുധാവനം ചെയ്തു. പോലീസ് സ്റ്റേഷനിലേക്ക് ജീപ്പ് കുതിച്ചു. ഇൻസ്പെക്ടറുടെ നിർദ്ദേശാനുസരണം അശ്വതിയെയും മോഹനെയും അവർ പ്രത്യേകം സെല്ലുകളിലാക്കി. ആരും ഒരക്ഷരം പോലും സംസാരിച്ചില്ല. നേരം ഇരുട്ടിത്തുടങ്ങി. ഫോൺ ശബ്ദിച്ചു. ഇൻസ്പെക്ടർ ചക്രപാണി ഭട്ട് അറ്റൻഡ് ചെയ്തു. ഹലോ. മറുതലയ്ക്കിൽ പരുക്കൻ ശബ്ദം. ഇവരെ ഇവിടേക്ക് കൊണ്ടുവരൂ. എപ്പോൾ? 11 മണിക്ക്. ഓക്കെ സാബ്. ഫോൺ കട്ടായി. അശ്വതിയും മോഹനും ഒന്നും മനസ്സിലാകാതെ ലോക്കപ്പിനുള്ളിൽ. പോലീസിൻ്റെ കൂടെ വന്നത് അബദ്ധമായി പോയെന്ന് ഇപ്പോൾ ഇരുവർക്കും തോന്നി. അവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളൊക്കെ പോലീസ് എടുത്തു മാറ്റിയിരുന്നു. സമയം 10:50. ലോക്കപ്പുകൾ തുറക്കപ്പെട്ടു. പുറത്തേക്ക് വാ, കോൺസ്റ്റബിൾ പറഞ്ഞു. ഇരുവരും പുറത്തെത്തി. അവരെ പോലീസുകാർ ജീപ്പിൽ കയറ്റി. എവിടെ കൊണ്ടുപോവുകയാണ്? മോഹൻ ചോദിച്ചു. മിണ്ടരുത്. ചക്രപാണി കണ്ണുരുട്ടി. ഇടയ്ക്ക് അയാളുടെ കണ്ണുകൾ അശ്വതിയുടെ ശരീരത്തിൽ പതിയുന്നുണ്ടായിരുന്നു. അവർക്ക് തികച്ചും അപരിചിതമായ പാതയിലൂടെയാണ് ജീപ്പ് ഓടിക്കൊണ്ടിരുന്നത്. അലക്സാണ്ടർ മരിച്ചോ ഇല്ലയോ എന്ന് അറിയുവാനായിരുന്നു അശ്വതിക്കും മോഹനും ആകാംക്ഷ. ഉദ്ദേശം 15 മിനിറ്റോളം യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ അവർ ബീച്ചിലെത്തി. മങ്ങിയ നിലാവെളിച്ചം തിരയടിക്കുന്നത് കാണുന്നത് പോലെ തന്നെ ഒരു രസമായിരുന്നു. പക്ഷേ അശ്വതിയും മോഹനും രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. ബീച്ചിനടുത്തുള്ള പാറക്കെട്ടുകൾക്കടുത്ത് വിദേശ നിർമ്മിതമായ ഒരു കാർ കിടക്കുന്നത് അകലെ വെച്ചേ അവർ കണ്ടു. കാറിൻ്റെ ബോണറ്റിൽ അവരെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഒരു മനുഷ്യനിരിക്കുന്നു. മങ്ങിയ വെളിച്ചത്തിലും അശ്വതിയെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി. അയാളുടെ മുന്നിൽ പോലീസുകാർ അവരെ നിർത്തി. മോഹൻ, അശ്വതി. അയാൾ പതിയെ സംസാരിച്ചു. എനിക്ക് നിങ്ങളറിയാം. ഞാൻ അക്ബറാണ്. ഇന്നത്തെ അക്ബർ. അശ്വതിയുടെയും മോഹൻ്റെയും തലച്ചോറിൽ വെളിച്ചം പരന്നു. ബോംബെയിൽ വെച്ച് തങ്ങൾ രക്ഷിച്ച അക്ബർ. അന്ന് മുഹമ്മദ് കൊല്ലുമെന്നുറപ്പായപ്പോൾ തങ്ങളെ അഭയം പ്രാപിച്ച അക്ബർ. മുഹമ്മദ് എന്ന അധോലോക നായകനെ വകവരുത്തിയത് അശ്വതിയും മോഹനും ചേർന്നാണ്. എനിക്ക് നിങ്ങളോട് നന്ദിയുള്ളതുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ തിരിച്ചു പോകണം. എന്തുകൊണ്ട്? നിങ്ങളുടെ ശത്രുക്കൾ എൻ്റെ മിത്രങ്ങളാണ്. മിസ്റ്റർ അക്ബർ. മോഹൻ ഒരടി കൂടി മുന്നോട്ട് ചെന്നു. ശരിക്കും ചിന്തിച്ചിട്ട് തന്നെയാണോ നിങ്ങൾ പറയുന്നത്? അതെ. പിന്നീട് ഒരു നിമിഷം പാഴാക്കാതെ അക്ബർ കാറിൽ കയറി. മണൽത്തരികളെ പിന്നോട്ട് തെറിപ്പിച്ചുകൊണ്ട് അത് അകന്നുപോയി. പറഞ്ഞത് കേട്ടില്ലേ? പോലീസ് ഉദ്യോഗസ്ഥരും തിരികെ നടന്നു. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി അശ്വതിക്കും മോഹനും. അവർ റോഡിലേക്ക് തിരിച്ചു നടന്നു. ഹോസ്പിറ്റലിലെത്തണം. അലക്സാണ്ടറെ കാണണം അവർ തീരുമാനിച്ചു. റോഡിലെത്തിയ ഉടനെ ഒരു ടാക്സി കിട്ടി. അതിൽ കയറി ഹോസ്പിറ്റലിൽ ചെന്നു. ടാക്സിക്കാരനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇരുവരും അകത്തേക്ക് ഓടി. എൻക്വയറിയിൽ തിരക്കിയപ്പോൾ അലക്സാണ്ടറെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. ഡ്യൂട്ടി ഡോക്ടറുടെ റൂമിലെത്തി. അവർ കണ്ടപ്പോൾ ഡോക്ടർ ചാടി എണീറ്റു. നിങ്ങൾ? അതെ. ഞങ്ങളുടെ ആളെവിടെ? ഡോക്ടർ മുഖത്ത് ഭീതിയുടെ നിഴൽ പരന്നു. കൊണ്ടുപോയി. ആര്? അക്ബർ. അക്ബർ? അശ്വതിയെ മോഹനും മുഖാമുഖം നോക്കി. അക്ബർക്ക് ഈ കേസുമായി എന്തു ബന്ധമാണുള്ളതെന്ന് എത്ര ചിന്തിച്ചിട്ടും അശ്വതിക്കും മോഹനും മനസ്സിലായില്ല. ഹോസ്പിറ്റലിൽ നിന്നും ടാക്സിയിൽ തന്നെ അവർ പനജയിലെ ഹോട്ടലിൽ ഹനുമായിലേക്ക് മടങ്ങി. ലിഫ്റ്റിൽ നിന്ന് 3-ാം നിലയിൽ ഇറങ്ങിയതും ഒരാൾ വേഗത്തിൽ നടന്നു മറയുന്നതും കണ്ടു. മോഹൻ്റെ നെറ്റിച്ചുളിഞ്ഞു. തങ്ങളെ കാത്തുനിന്നിരുന്ന ആരോ ആയിരുന്നില്ലേ അയാൾ? 92-ാം നമ്പർ റൂം തുറക്കുന്നതിന് മുമ്പ് മോഹൻ ഇടത് കീശയിൽ കൈ കടത്തി. റിവോൾവർ പോലീസുകാർ എടുത്തിരുന്ന കാര്യം അപ്പോൾ മാത്രമാണ് ഓർമ്മ വന്നത്. വാതിൽ തുറന്നു. AC-യുടെ കുളിർമ പുറത്തേക്ക് വമിച്ചു. അകത്ത് അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ നേരത്ത് മറ്റൊരിടത്ത് എത്തിയിരുന്നു മലയാളി പത്രപ്രവർത്തകൻ അലക്സാണ്ടർ. അയാളെ ആ ഇരുട്ടുമുറിയിൽ എത്തിച്ചിട്ട് 1 മണിക്കൂറോളമായി. ഇനിയും ബോധം വീണ്ടും കിട്ടിയിട്ടില്ല. മുറിയുടെ വാതിൽ തുറക്കപ്പെട്ടു. പുറത്തെ വെളിച്ചം അകത്തേക്ക് പാളി വീണു. ചിലർ അകത്തേക്ക് വന്നു. ഒരാൾ ലൈറ്റ് തെളിച്ചു. 4 പേരുണ്ടായിരുന്നു. അതിലൊരാൾ അക്ബറാണ്. മറ്റു 3 പേരും സമൂഹത്തിലെ ഉന്നതന്മാരാണെന്ന് വ്യക്തം. അയഞ്ഞ പാൻറ്റും കുർത്തയുമാണ് വേഷം. ചോരക്കറ പിടിച്ച ശരീരവുമായി മയങ്ങിക്കിടക്കുന്ന അലക്സാണ്ടറെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ തിളങ്ങി. അവരിൽ ഒരാൾ ഗോവ ഡ്രഗ്സ് ഗാങ്ങിൻ്റെ നേതാവാണ്. മറ്റൊരാൾ വേശ്യാലയങ്ങളുടെ നടത്തിപ്പുകാരൻ. 3-ാമൻ ഗോവൻ അധോലോകത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ. ഇവരുടെ എല്ലാം നേതാവ് ഒരാളാണെന്ന് മാത്രം. അക്ബർ അവരുടെ ഗുണ്ടാത്തലവനാണ്. ദാദാ അക്ബർ. ഇവൻ കഴിഞ്ഞ കുറേ കാലമായി നമുക്ക് സ്വൈരം തരാതിരുന്നവനാണ്. 1-ാമൻ പറഞ്ഞതും മുന്നോട്ട് ചെന്ന് അലക്സാണ്ടറുടെ മുഖത്ത് ഇടിച്ചതും ഒന്നിച്ചായിരുന്നു.
അയാളൊന്ന് ഞരങ്ങിയതല്ലാതെ കണ്ണു തുറക്കുകയുണ്ടായില്ല. ഇപ്പോൾ വേണ്ട, രണ്ടാമൻ ആ മനുഷ്യനെ തടഞ്ഞു. നമുക്ക് ഇവനിൽ നിന്നും കുറേ കാര്യങ്ങൾ അറിയുവാനുണ്ട്. അനന്തരം അവർ മുറി വിട്ടുപോയി. ഡോർബെൽ ശബ്ദിച്ചു. മോഹനാണ് ഉണർന്നത്. മങ്ങിയ ബെഡ്റൂം ലാമ്പിൻ്റെ വെളിച്ചമുണ്ട്. അയാൾ വാച്ച് നോക്കി. സമയം 3 മണി. വീണ്ടും ബെൽ ശബ്ദിച്ചു. ഇത്തവണ അശ്വതിയും ഉണർന്നു. ആരാ മോഹൻ? അറിയില്ല. ഞാൻ വാതിൽ തുറക്കാം. നീ ബെഡിനടിയിൽ കിടക്കണം. ഓക്കെ. അശ്വതി പൊടുന്നനെ റിവോൾവറുമായി ബെഡിനടിയിലേക്ക് കയറി. വാതിൽ തുറക്കുമ്പോൾ പുറത്തു നിൽക്കുന്ന ആൾ മോഹനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ നിമിഷം കൊണ്ട് അയാളുടെ ജീവൻ നരകത്തിലെത്തും. മോഹൻ മുറിയിലെ ലൈറ്റ് തെളിച്ചിട്ട് വാതിൽക്കിലേക്ക് നീങ്ങി. കർട്ടൻ മാറ്റിയിട്ട് ഗ്ലാസിനുള്ളിലൂടെ നോക്കി. ഇരുളിൽ ഒരാൾ നിൽക്കുന്നത് മാത്രം കാണാം. അയാൾ വാതിൽ തുറന്നിട്ട് ഒരു വശത്തേക്ക് ഒഴിഞ്ഞു. ധൃതിയിൽ ഒരാൾ അകത്ത് കയറി വാതിൽ ചാടി. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ അപകടകാരിയല്ലെന്ന് മോഹന് വ്യക്തമായി. മോഹൻ? ഞാൻ തന്നെ. ഞാൻ മോഹനെയും അശ്വതിയെയും കാണാനായി എത്തിയതാണ്. ആ മനുഷ്യൻ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ മോഹൻ അത്ഭുതപ്പെട്ടു. ഇരിക്കൂ. അശ്വതിയും പുറത്തു വന്നു. അയാൾ ഇരുവരെയും മാറി മാറി നോക്കി. ഇന്നാണ് നിങ്ങൾ ഇവിടെ എത്തിയത് അല്ലേ? അതെ. താങ്കളെ മനസ്സിലായില്ല? എൻ്റെ പേര് മണിശങ്കർ. 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും ഇവിടെ വന്നതാണ്. പിന്നെ തിരികെ പോയിട്ടില്ല. ആഗതിന് ഏതാണ്ട് 45 വയസ്സ് പ്രായമുണ്ട്. ഞങ്ങളെ കാണുവാൻ വന്നത്? പറയാം. അയാൾ മുന്നോട്ടാഞ്ഞിരുന്നു. അല്പസ്വല്പം കള്ളക്കടത്തും മറ്റുമാണ് എൻ്റെ തൊഴിൽ. ഞാനാണ് അലക്സാണ്ടറോട് കേരളത്തിൽ നിന്നും ഗോവൻ അധോലോകത്തിൽ എത്തിയ പെൺകുട്ടികളുടെ കാര്യം ആദ്യം പറഞ്ഞത്. അശ്വതി മോഹനും ശ്രദ്ധിച്ചിരുന്നു. എന്തായാലും ജന്മനാട്ടിലെ കുട്ടികളല്ലേ, അവരെ രക്ഷിക്കണമെന്ന് തോന്നി. ഗോവൻ അധോലോകത്ത് വന്നുപെട്ടിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടുമില്ല. കേരളത്തിൽ നിന്നുമെത്തിയ പോലീസ് ഓഫീസറെ ബോംബെയിലേക്ക് പറഞ്ഞയച്ച് ഈ കേസിൽ ഇടപെടുത്തിയതിൻ്റെ മുഖ്യ കാരണക്കാരൻ ഞാനാണ്. മണിശങ്കർ തുടർന്നു. പക്ഷേ ഇപ്പോൾ ആകെ തകർന്നിരിക്കുന്നു. അവർ എൻ്റെ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും തട്ടിക്കൊണ്ടുപോയി. ആര്? അക്ബർ. അയാളുടെ കൂടെ 4-5 ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു. ഐ സി. അയാൾക്ക് ഇവിടെ എന്താണ് ജോലി? ഗുണ്ടത്തലവനാണ്. ആരുടെ? പോപ്സൺ അലിമാവോയുടെ. അയാൾ ഇവിടുത്തെ മന്ത്രിയല്ലേ? അതെ. അയാൾ തന്നെയാണ് ഗോവൻ അധോലോക നേതാവും. അശ്വതിയും മോഹനും ഈ വസ്തുതകളൊക്കെ അറിയുന്നത് ആദ്യമായിട്ടാണ്. ശത്രുക്കൾ തങ്ങൾ വിചാരിച്ചതിൻ്റെ 10 ഇരട്ടി ശക്തന്മാരാണെന്ന് ഉറപ്പായി. പെൺകുട്ടികളെ മോചിപ്പിക്കുക എന്നത് അത്ര ചെറിയ കാര്യമല്ല. ഞങ്ങൾക്ക് എല്ലാം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എവിടെയാണ് അധോലോക കേന്ദ്രം? വേണദേശ സാൽ സിറ്റിയിലാണ്. കള്ളക്കടത്തുകാരുടെയും വാടക ഗുണ്ടകളുടെയും പറുദീസയാണ് അവിടം. പോലീസ് ഒരിക്കലും അവിടേക്ക് കടന്നു ചെല്ലാറില്ല. ഈ പ്രദേശത്തെ നിയമം നിശ്ചയിക്കുന്നത് പോപ്സൺ അലിമാവോയാണ്. നേരിട്ട് ചെന്ന് അവിടെ നിന്നും പെൺകുട്ടികളുമായി രക്ഷപ്പെടാൻ കഴിയില്ല. അപരിചിതരെ അവിടെയുള്ളവർ എപ്പോഴും സംശയത്തോടു കൂടി മാത്രമേ വീക്ഷിക്കൂ. കാര്യങ്ങളുടെ ഏകദേശ രൂപം മോഹനും അശ്വതിക്കും പിടികിട്ടി. അലിമാവോയുടെ പ്രധാന സഹായിയായി പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, പീറ്റർ മാസ്ക്രാൻ. അയാളാണ് അലിമാവോയേക്കാൾ അപകടകാരി. അധോലോകത്തിലെ കാര്യങ്ങളെല്ലാം അയാളുടെ കൈകളിലൂടെയാണ് നീങ്ങുന്നത്. ഓക്കെ. ഇപ്പോൾ അക്ബർ എവിടെ കാണും? തട്ടിക്കൊണ്ടുപോയവരെ അയാൾ എവിടെയായിരിക്കും പാർപ്പിച്ചിരിക്കുന്നതെന്ന് എന്തെങ്കിലും സൂചന ഉണ്ട്? അതിനാണല്ലോ ഈ രാത്രിയിൽ തന്നെ ഞാൻ വന്നത്. എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും? ഏതു വിധത്തിലും അവരെ രക്ഷിക്കാം. അശ്വതി ഉറപ്പ് കൊടുത്തു. അക്ബറുടെ താവളത്തിൽ തന്നെ അലക്സാണ്ടർ കാണുമെന്ന് അവൾക്ക് തോന്നി. വാസ്കോയിലാണ് അക്ബറുടെ പേഴ്സണൽ സെൻറ്റർ. ന്യൂബഡിയിലുള്ള മോട്ടോർ വർക്ക്ഷോപ്പ്. അതിനുള്ളിൽ നിന്നും ഭൂഗർഭ നിലവറയിലേക്കുള്ള മാർഗമുണ്ട്. ഓക്കെ. താങ്കൾ പോയിക്കൊള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. മണിശങ്കർ എണീറ്റു. ഒരു കാർഡ് അവരെ ഏൽപ്പിച്ചു. ഇതാണ് എൻ്റെ വിലാസം. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. ന്യൂബഡിയിലുള്ള മോട്ടോർ വർക്ക്ഷോപ്പിന് മുന്നിൽ ഒരു ബൈക്ക് വന്നു നിന്നു. അതിൽ ഒരു യുവാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോഡിലൂടെ കാൽനടയാത്രക്കാർ അങ്ങിങ്ങ് പോയിക്കൊണ്ടിരുന്നു. വർക്ക്ഷോപ്പിന് മുന്നിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നത് യുവാവ് ശ്രദ്ധിച്ചു. അയാൾ ബൈക്കിൽ നിന്നിറങ്ങി നേരെ ആ മനുഷ്യൻ്റെ അടുത്ത് ചെന്നു. അടഞ്ഞുകിടക്കുന്ന ഷട്ടറിലേക്ക് നോക്കിക്കൊണ്ട് തിരക്കി. ഇതിനുള്ളിൽ കടക്കാൻ മറ്റു മാർഗമൊന്നുമില്ലേ? അയാൾ ബൈക്കിൽ വന്നയാളെ തുറച്ചു നോക്കി. ആരാ? മോഹൻ. അയാളുടെ ഭാവം മാറുന്നതും വലത് കൈ പാൻറ്റിൻ്റെ കീശയിലേക്ക് പോകുന്നതും കണ്ടു. വേണ്ട കേട്ടോ. അപ്പോഴേക്ക് മോഹൻ ചെറിയ പിസ്റ്റളെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടിക്കഴിഞ്ഞിരുന്നു. നീ ഇവിടുത്തെ കാവൽപ്പട്ടിയാണെന്ന് എനിക്കറിയാം. അകത്തേക്ക് കിടക്കാനുള്ള മാർഗം പറഞ്ഞു തന്നാൽ മതി. അയാൾ സ്തംഭിച്ചു നിന്നു. മോഹൻ ഒരു സുഹൃത്ത് എന്ന വണ്ണം അയാളുടെ തോളിലൂടെ കൈ കടത്തി. പിന്നെ റിവോൾവറിൻ്റെ ബാരൽ കഴുത്തിൽ മുട്ടിച്ചു. കമോൺ. വഴിയാത്രക്കാർക്ക് യാതൊരു സംശയവും തോന്നുമായിരുന്നില്ല. ആ മനുഷ്യനെ അനുസരിക്കാതെ തരമില്ലായിരുന്നു. വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള ഒരു ഇടുക്കിലൂടെ അവർ മുന്നോട്ട് നീങ്ങി. അവിടെയൊക്കെ ഉപയോഗശൂന്യമായ ഇരുമ്പ് സാധനങ്ങൾ കിടപ്പുണ്ട്. അടഞ്ഞുകിടന്നിരുന്ന ചെറിയ വാതിൽ ആ മനുഷ്യൻ തള്ളി തുറന്നു. ഉള്ളിൽ നല്ല ഇരുട്ട്. അവർ അകത്ത് കയറിയ ഉടനെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു. ചുറ്റും അമ്പരന്ന് നോക്കിയ മോഹൻ്റെ ശിരാചക്രങ്ങളിൽ ഒരു സ്ഫോടനമുണ്ടായി. തൻ്റെ നേരെ തോക്ക് ചൂണ്ടിയ ഒരു ഡസനോളം ആൾക്കാർ. അവർക്ക് മുന്നിൽ അക്ബർ. വന്നാലും. അയാൾ ഉച്ചത്തിൽ ചിരിച്ചു.
ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറോളമായി. മരണത്തിൻ്റെ ഭീകരമുഖം മോഹൻ മുന്നിൽ കണ്ടു. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതെ ഉയിരോടെ തിരിച്ചു പോയിക്കൊള്ളാൻ ഇന്നലെ നിനക്ക് ഞാൻ മുന്നറിയിപ്പ് തന്നിരുന്നതല്ലേ? ഒരു സിഗരറ്റ് കത്തിച്ചുകൊണ്ട് അക്ബർ മുന്നോട്ട് വന്നു. പിന്നീട് അയാൾ മലയാളം സംസാരിക്കുന്നത് കേട്ടപ്പോൾ മോഹൻ അമ്പരന്ന് പോയി. നീ വലിയ മിടുക്കനാണെന്നും തന്ത്രശാലിയാണെന്നുമൊക്കെ എനിക്കറിയാം. ഒരിക്കൽ നീ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് ഇന്നലെ നിങ്ങളെ 2 പേരെയും കൊല്ലാതിരുന്നത്. ഗോവൻ അധോലോകത്ത് കരുണ എന്നൊരു വികാരമേയില്ല. ആ പിസ്റ്റളിങ് തരൂ. അയാൾ കൈനീട്ടി. നോ. മോഹൻ തൻ്റെ വഴികാട്ടിയെ തന്നിലേക്ക് അല്പം കൂടി ചേർത്തിട്ട് പിസ്റ്റളിൻ്റെ ബാരൽ അയാളുടെ തൊണ്ടക്കുഴിയിൽ അമർത്തി. അക്ബർ, നിങ്ങളുടെ ഈ അനുയായി പിടഞ്ഞു മരിക്കുന്നത് കാണുവാൻ ഇഷ്ടമുണ്ടോ? അതിന് മറുപടിയായി അക്ബർ ചിരിച്ചു. ഇവിടെ നിൽക്കുന്നവരിൽ ആർക്കും മരണത്തെ ഭയമില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ മരിക്കുന്നത് കണ്ടാലും മറ്റൊന്നും തോന്നുകയുമില്ല. ഇതെന്തൊരു മനുഷ്യർ! മോഹൻ്റെ അമ്പരപ്പ് ഇരട്ടിച്ചു. അക്ബർ തുടർന്നു. മറിച്ച് നിങ്ങളുടെ കാര്യം ഇങ്ങനെയല്ല. ഈ മനുഷ്യൻ്റെ ചലനം നിലയ്ക്കും മുമ്പ് നിങ്ങളുടെ ചലനം നിലയ്ക്കുമെന്ന കാര്യം മറക്കേണ്ട. അത് ശരിയാണെന്ന് മോഹനും അറിയാമായിരുന്നു. തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് മറ്റുള്ളവർ. ഓരോ തവണ അവരുടെ കൈവിരൽ ട്രിഗറിൽ അമർന്നാൽ പിന്നീട് താൻ കാണില്ല. പിസ്റ്റളിങ് തന്നേര്. ഇനി വരൂ. തോക്ക് ചൂണ്ടിക്കൊണ്ട് അവർ മോഹനെ അകത്തേക്ക് നടത്തി. താഴേക്ക് കൽപ്പടവുകൾ. 9 പടികളിറങ്ങി നിരപ്പായ സ്ഥലത്തെത്തി. അവിടെയൊക്കെ വെളിച്ചമുണ്ടായിരുന്നു. ഒപ്പം വല്ലാത്തൊരു തരം ഗന്ധം. മയക്കുമരുന്ന്. അതിൻ്റെ ഗോഡൗൺ കൂടിയായിരുന്നു അത്. വർക്ക്ഷോപ്പിലെത്തുന്ന വാഹനങ്ങളിലാണ് അവയുടെ ക്രയവിക്രയം. ആർക്കും സംശയം തോന്നുകയുമില്ല. ചുവന്ന വെളിച്ചമുള്ള ഒരു മുറിയിൽ അക്ബറും മോഹനും മറ്റുമെത്തി. ദേക്കോ, പരിഹാസസ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അക്ബർ കൈ ചൂണ്ടി. അടുപ്പിച്ചിരിക്കുന്ന 4-5 മേശകളിൽ 15 കനമുള്ള ഐസ് പാളികൾ. അവയ്ക്ക് മുകളിൽ ചലനമില്ലാതെ കിടക്കുന്ന 4-5 മനുഷ്യർ. നിങ്ങൾ തേടി വന്ന 4 പേരുമുണ്ട്. അലക്സാണ്ടർ മണിശങ്കറുടെ ഭാര്യയും മക്കളും എല്ലാം. തൻ്റെ ചോര മരവിക്കുന്നതായി മോഹൻ ഓർത്തു. ആകെ ചുവപ്പ് കലർന്ന നിറം. ചുവപ്പിൻ്റെ കനം വർദ്ധിക്കുന്നോ? താങ്കൾക്ക് തൃപ്തിയായി കാണുമല്ലോ. അക്ബറുടെ കൈപ്പത്തി മോഹൻ്റെ തോളിൽ അമർന്നു. അവിടെ കിടക്കുവാൻ പോകുന്ന 5-ാമത്തെ ആൾ ആരെന്നറിയാമോ? നീ. പൊടുന്നനെ ആ കൈ തട്ടി മാറ്റിയിട്ട് കറങ്ങിത്തിരിഞ്ഞ മോഹൻ അക്ബറുടെ മുഖമടച്ച് ഒന്ന് കൊടുത്തു. ഹാ. അയാൾ പിന്നോട്ട് വേച്ചു പോയപ്പോൾ അംഗരക്ഷകൾ താങ്ങി. പിന്നെ തോക്ക് മോഹൻ്റെ നേരെ ചൂണ്ടി. അനങ്ങരുത്. അക്ബർ അവരുടെ പിടിവിട്ടു പാഞ്ഞു വന്നു. ഒരു ട്രെയിൻ വന്ന് മുട്ടിയതുപോലെ മോഹൻ തെറിച്ചുപോയി. ചെന്നു വീണത് ഐസ് പാളികളിൽ. അലക്സാണ്ടറുടെ ശവശരീരത്തിന് തൊട്ടടുത്ത്. അവനെ പിടിച്ചു കെട്ട്. അക്ബറുടെ നിർദ്ദേശം കിട്ടിയ ഉടനെ 2 പേർ മുന്നോട്ടെടുത്തു. പക്ഷേ പൊടുന്നനെ വെടിയേറ്റ് അവർ കമിഴ്ന്നു. ഏവരും ഞെട്ടിപ്പോയി. ഉടൻ മറ്റൊരു വെടികൊണ്ട് അവിടെ കത്തി നിന്നിരുന്ന ചുവന്ന ബൾബും ചിതറി. ഇരുട്ട്. അക്ബർ തുറന്നു കിടന്നിരുന്ന വാതിലിന് നേരെ ഓടി. പിന്നീട് വെടിയൊച്ചകളും നിലവിളികളും കേട്ടു. മോഹൻ ഐസ് പാളികളുടെ മുകളിൽ നിന്നും അപ്പുറത്തേക്ക് മറിഞ്ഞു. വെടിയേറ്റ് ഐസ് പാളികൾ ചിതറിപ്പോയി. അക്ബറിന് പറ്റിയ ഒരു പാഴ്ചയായിരുന്നു ഇതിനൊക്കെ കാരണം. മോഹൻ്റെ ശരീരത്തിൽ മറ്റ് ആയുധങ്ങളുണ്ടോ എന്ന് അയാൾ പരിശോധിച്ചിരുന്നില്ല. അക്ബറുടെ ആൾക്കാർ ഓരോരുത്തരും പരസ്പരം അറിയാതെ ആക്രമിക്കുമ്പോൾ ഇരുളിലൂടെ മോഹനും പുറത്തു കടന്നു. പക്ഷേ അക്ബർ അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. അശ്വതിയും മോഹനും ഒരു ബോട്ട് വാടകയ്ക്കെടുത്ത് കടലിലേക്ക് പോയി. സായാഹ്നത്തിലെ ആ യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. സാവധാനത്തിലാണ് അവർ ബോട്ട് ഓടിച്ചത്. മറ്റു ടൂറിസ്റ്റുകളും ബോട്ടുകളിൽ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഉപ്പുരസമുള്ള തണുത്ത കാറ്റ്. മോഹൻ. കാറ്റുതലയെന്ന് തലമുടി മാടിയൊതുക്കിക്കൊണ്ട് അശ്വതി തലതിരിച്ചു. ഒരു സ്ട്രെയിറ്റ് അറ്റാക്കിലൂടെയേ പെൺകുട്ടികളെ മോചിപ്പിക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ അതിന് മറുപടി പറയാതെ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അവൾ തുടർന്നു. കാരണം ഒരു ഗ്രാമം മുഴുവനും നമുക്കെതിരായിട്ട് നിൽക്കും. പോപ്സൺ അലിമാവയുടെ ആൾക്കാരാണ് ബെർണദേസ് സാൽസിറ്റി മുഴുവൻ. അവിടെ കണ്ണുവെട്ടിച്ച് അവിടെ നിന്നും കുട്ടികളെ കൊണ്ടുപോവുക എന്നത് ബുദ്ധിമുട്ടുള്ള സംഗതി തന്നെയാണ്. ഹോട്ടലിൽ വെച്ച് സംസാരിച്ചാൽ അവർ തങ്ങളുടെ ശത്രുക്കളുടെ കാതിലെത്തുമെന്ന് അവർക്കറിയാമായിരുന്നു. ഞാൻ മറ്റൊരു ഐഡിയയാണ് ചിന്തിക്കുന്നത്. മോഹൻ പറഞ്ഞു. എന്ത്? നാളത്തെ ബിഗ് ഷോ കണ്ടതിന് ശേഷം തീരുമാനിക്കാം. കുട്ടികൾ അലിമാവയുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടോ എന്ന് അറിയണമല്ലോ. ഓക്കെ. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിശീഘ്രം ഒരു ബോട്ട് പാഞ്ഞു വരുന്നത് കണ്ടു. ഒറ്റ നിമിഷത്തിനുള്ളിൽ മോഹന് അപകടം വ്യക്തമായി. അയാൾ പൊടുന്നനെ ബോട്ടിന് വേഗത കൂട്ടുകയും ഇടത്തേക്ക് വെട്ടിച്ചു മാറ്റുകയും ചെയ്തു. അവർ വാടകയ്ക്കെടുത്ത ബോട്ടിൻ്റെ 3 ഇരട്ടി വലിപ്പമുള്ളതും വേഗം കൂടിയതുമായിരുന്നു അത്. ശക്തമായ ഓളങ്ങളിൽ അവരുടെ ബോട്ട് ഇളകി. തെക്കോട്ട് പാഞ്ഞുപോയ അതിൽ 5 പേർ ഉണ്ടായിരുന്നു. അതാ. അശ്വതി കൈ ചൂണ്ടി. പിന്നാലെ മറ്റൊരു സ്പീഡ് ബോട്ട്. കസ്റ്റംസുകാരുടെ വക. മുന്നിൽ പോയത് കള്ളക്കടത്തുകാരാണ്. കസ്റ്റംസിൻ്റെ ബോട്ടും പാഞ്ഞുപോയി. അലിമാവയുടെ സ്മഗ്ലർ ഗുഡ്സ് കസ്റ്റംസുകാർ പിടിക്കാറില്ലല്ലോ. മോഹൻ പിറുപിറുത്തു. എന്നാൽ പുതിയതായി ചാർജ് എടുത്ത കസ്റ്റംസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ആ ബോട്ടിൽ. സത്യവും നീതിയും വിട്ട് അണുവിട ചലിക്കാത്ത ആളായിരുന്നു ആ കസ്റ്റംസ് ഓഫീസർ. കഴിഞ്ഞ 15 മിനിറ്റോളമായി കടൽക്കരയിലെ പൂഴിമണലിൽ ഒരു തെങ്ങിനോട് ചേർന്ന് അശ്വതിയും മോഹനും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്.
അവർ വന്ന കാർ കുറച്ചപ്പുറത്താണ്. തൻ്റെ ഭാര്യയും മക്കളും നഷ്ടപ്പെടാൻ കാരണമായവരെ വേരോടെ പിഴുതെറിയാൻ അശ്വതിയെയും മോഹനെയും സഹായിക്കുവാൻ തയ്യാറായ മണിശങ്കർ തൻ്റെ കാറും അവർക്കായി വിട്ടുകൊടുത്തിരിക്കുന്നു. ഇരുട്ട് വീണു കഴിഞ്ഞു. അല്പം അകലെയുള്ള പള്ളിയുടെ മുകളിൽ മേർക്കുറി വിളക്കിൻ്റെ വെളിച്ചം അവർ ഇരുന്നിടത്തേക്കും പാളി വീഴുന്നുണ്ട്. കടൽക്കരയിൽ അനേകം കുടിലുകളുണ്ട്. ആളുകളുടെ കലപില ശബ്ദങ്ങൾ. അകലെ നിന്നും ഒരു വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റുകളിലെ വെളിച്ചം അടുത്തു വരുന്നത് അവർ ശ്രദ്ധിച്ചു. അശ്വതി മോഹൻ്റെ ശരീരത്തിൽ തൊട്ടു. അത് അവനായിരിക്കും. മോഹൻ ഒന്നമർത്തി മൂളി. ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ കാർ അവർ പ്രതീക്ഷിച്ചിടത്തേക്ക് തന്നെ പോയി. കമോൺ, മോഹൻ എണീറ്റു. ഒപ്പം അശ്വതിയും. അവർ തങ്ങൾ വന്ന കാറിനരികിലെത്തി. മുന്നിൽ പോയ കാർ ഇത്തിരി അകലെ നിന്നു. അതിൻ്റെ പിന്നിലെ ചുവന്ന വെളിച്ചം അവർ ശ്രദ്ധിച്ചു. കാറിൽ നിന്നും ആരോ ഇറങ്ങി ഒരു ചെറിയ കെട്ടിടത്തിലേക്ക് കയറിപ്പോയി. ഉടനെ കാറും അവിടെ നിന്നകന്നു. അശ്വതിയും മോഹനും നിഴൽ പറ്റി അവിടേക്ക് നടന്നു. പോപ്സൺ അലിമാബായുടെ ഗുണ്ടത്തലവനായ അക്ബറാണ് ആ കെട്ടിടത്തിലേക്ക് കയറിയത്. ഗോവയിലെ ഏറ്റവും സുന്ദരിയായ വേശ്യയുടെ വീടായിരുന്നു അത്. കനത്ത ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും അവൾ ആ ചെറിയ കെട്ടിടത്തിൽ തന്നെ കഴിയുന്നു. ആഴ്ചയിൽ ഒരു ദിവസം അവൾ അക്ബർക്ക് മാത്രമുള്ളതാണ്. അയാളെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു അവൾ. ഗോപികാബായി. 30 കഴിഞ്ഞിട്ടും ഇന്നും 22-ലധികം തോന്നിക്കാത്ത മാദകമോഹിനി. ഗോവയിലെ ഉയർന്ന പോലീസ് ഓഫീസേഴ്സും മന്ത്രിമാരും വരെ അവളുടെ ചൊൽപ്പടിക്കനുസരിച്ച് തുള്ളും. അതാണ് ഗോപികയുടെ കഴിവ്. അക്ബർ അവളുടെ അരയ്ക്ക് കൈ ചുറ്റുകൊണ്ട് അകത്തേക്ക് നടന്നു. അവിടെ അയാൾക്ക് കഴിക്കാനും കുടിക്കാനും ഉള്ളതൊക്കെ തയ്യാറാക്കിയിരുന്നു. സുഖമല്ലേ? സുഖമാണ്. പതുപത്ത് കുഷിനിട്ട കസേരയിൽ അയാൾ അവളെ പിടിച്ചിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും നിനക്ക് സൗന്ദര്യം കൂടി വരുന്നു. അവൾ നാണം കുതിർന്ന ചിരിയോടെ അയാളെ ചുംബിച്ചു. ഈ സമയം കാളിംഗ് ബെൽ മുഴങ്ങി. അക്ബർ റിവോൾവർ എടുത്തു. കാരണം അയാൾ അവിടെ വരുന്ന ദിവസം അവിടേക്ക് ആരും വരില്ലല്ലോ, ശത്രുക്കളല്ലാതെ. കഥ തുടരും.